കിഴക്കിന് അഭിമുഖമായി നിൽക്കുന്ന മനുഷ്യൻ്റെ വലതു കൈ ദക്ഷിണ ദിക്കിനെ കാണിക്കുന്നു. വരണ്ടത് എന്നർത്ഥമുള്ള നെഗേവ് എന്ന എബ്രായ പദത്തെ മലയാളത്തിൽ തെക്ക്, തെക്കേദേശം എന്നിങ്ങനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ആഫ്രിക്ക, അറേബ്യ എന്നിവിടങ്ങളിൽ നിന്ന് സിറിയയിലേക്ക് വർഷം തോറും അടിക്കുന്ന ഉഷ്ണക്കാറ്റിൽ നിന്നുമാണ് ഈ പേരിൻ്റെ ഉൽപ്പത്തി. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാലോ അത്യുഷ്ണമുണ്ടാകും എന്ന് പറയുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. ലൂക്കോസ് 12:55. കാലേബിൻ്റെ മകളെ വിവാഹം ചെയ്ത് അയച്ചത് തെക്കൻ നാട്ടിലേക്ക്, അതായത് വരണ്ട പ്രദേശത്തായിരുന്നു. അതുകൊണ്ട് അവൾ നീരുറവകൾ കൂടി ആവശ്യപ്പെട്ടു. ന്യായാധിപന്മാർ 1:15. നെഗേവ് യഹൂദയ്ക്ക് തെക്ക് കിടക്കുന്നതുകൊണ്ട് നെഗേവിന് തെക്ക് എന്നും അർത്ഥം വന്നു. ബേർശേവ മുതൽ തെക്ക് കാദേശ് ബർണയെ വരെയുള്ള പ്രദേശമാണ് നെഗേവ് അഥവാ തെക്കേദേശം. ഉൽപ്പത്തി 21:14, സംഖ്യ 13:17, 22. തെക്കേ ദേശത്തിൻ്റെ വ്യാപ്തി കൃത്യമായി നിർണയിക്കുവാൻ സാധ്യമല്ല. പൊതുവെ 4520 ചതുരശ്ര മൈലാണെന്ന് കരുതപ്പെടുന്നു. തെക്കേ ദേശത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെയാണ് വർണ്ണിക്കുന്നത്. തെക്കേ ദേശത്തിലെ മൃഗങ്ങളെക്കുറിച്ചുള്ള പ്രവാചകം: സിംഹി, കേസരി, അണലി, പറക്കുന്ന അഗ്നിസർപ്പം എന്നിവ വരുന്നതായി കഷ്ടവും ക്ലേശവുമുള്ള ദേശത്തുകൂടി അവർ ഇളം കഴുതപ്പുറത്ത് തങ്ങളുടെ സമ്പത്തും ഒട്ടകപ്പുറത്ത് തങ്ങളുടെ നിക്ഷേപങ്ങളും കയറ്റി തങ്ങൾക്ക് ഉപകാരം വരാത്ത ഒരു ജാതിയുടെ അടുക്കൽ കൊണ്ടുപോകുന്നു. യെശയ്യാ പ്രവചനം 30:6. മരുഭൂമി പോലുള്ള പ്രദേശമായിരുന്നു എങ്കിലും ഉത്തരഭാഗത്ത് ഉറവകളും കിണറുകളും കുളങ്ങളും ഉണ്ടായിരുന്നു. ഈ പ്രദേശത്ത് വളരുന്ന ചുരുക്കം ചില വൃക്ഷങ്ങളിലൊന്നാണ് പിചുലവൃക്ഷം. ഉൽപ്പത്തി 21:33. തെക്കേ ദേശത്തിൻ്റെ അധിക ഭാഗവും പീഠഭൂമിയാണ്. അതിന് സമുദ്രനിരപ്പിൽ നിന്ന് 457 മുതൽ 610 മീറ്റർ വരെ ഉയരമുണ്ട്. ഏതാണ്ട് 1060 മീറ്ററോളം ഉയരമുള്ള കൊടുമുടികളുമുണ്ട്. തെക്കേ ദേശത്ത് കിണറുകളും മതിലുകളും പല പട്ടണങ്ങളുടെ നഷ്ടശിഷ്ടങ്ങളും കാണപ്പെടുന്നുണ്ട്. ഒരു കാലത്ത് ഇവിടെ ഗണ്യമായ ജനവാസമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ്. ഗോത്രപിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരൊക്കെ ഇവിടെ കുറേ കാലം പാർത്ത് ആട്ടിൻകൂട്ടത്തെ പാലിച്ചിരുന്നു. ഉൽപ്പത്തി 12:9, 13:1-2, 20:1, 24:62, 46:5. അബ്രഹാമിൻ്റെ കാലത്ത് ഏലാം രാജാവായ കെദോർ ലയോമരും കൂട്ടരും ചേർന്ന് തെക്കേ ദേശത്തുള്ളവരെ തോൽപ്പിച്ചു. ഉൽപ്പത്തി 14:1-7 വരെ. ഇസ്രായേല്യർ വന്ന കാലത്ത് അമാലേക്യർ ഇവിടെ വസിച്ചിരുന്നു. മോശെ അയച്ച ചാരന്മാർ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചത് തെക്കേ ദേശത്തുകൂടെയായിരുന്നു. സംഖ്യാപുസ്തകം 13:17-29 വരെ. അമാലേക്യർ ഇവിടം കോട്ട കെട്ടി ഉറപ്പിച്ചിരുന്നു. അവരുടെ പ്രതിരോധ ശക്തി ഇസ്രായേല്യ ചാരന്മാരെ അമ്പരപ്പിച്ചു. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേല്യർ തെക്കേ ദേശത്തുള്ളവരെയെല്ലാം തോൽപ്പിച്ചു. യോശുവ 10:40, 11:16. നെഗേവ് പ്രദേശത്തുള്ള പട്ടണങ്ങൾ ശിമെയോൻ ഗോത്രത്തിന് അവകാശമായി നൽകി. യോശുവ 19:1-6 വരെ. കേന്യർ തെക്കേ ദേശത്ത് പാർത്തു. ന്യായാധിപന്മാർ 1:16. ഇസ്രായേല്യർക്ക് ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം ലഭിച്ചില്ല. ഇടയ്ക്കിടെ അമാലേക്യരുമായി അവർക്ക് യുദ്ധമുണ്ടായിരുന്നു. ന്യായാധിപന്മാർ 1:9, 6:3, 1 ശമൂവേൽ 15:1-9 വരെ, 30-ാം അധ്യായത്തിൻ്റെ 1-20 വരെ. ഫിലിസ്ത്യ രാജാവായ ആഖീശ് ദാവീദിന് നൽകിയ സിക്ലാഗിൽ പാർത്തുകൊണ്ട് ദാവീദ് നെഗേവ് പ്രദേശത്തുണ്ടായിരുന്ന ഗശൂര്യരെയും ഗിസ്രിയരെയും അമാലേക്യരെയും ആക്രമിച്ചു. 1 ശമൂവേൽ 27:5-8 വരെ. ദാവീദ് രാജാവായ ശേഷം ഏദോമ്യരെ തോൽപ്പിച്ചു. പിന്നീടാണ് തെക്കേ ദേശത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം ഇസ്രായേലിന് ലഭിച്ചത്. 2 ശമൂവേൽ 8-ാം അധ്യായം 13-14 വാക്യങ്ങൾ. യഹൂദ രാജാവായ ഉസ്സിയാവ് ഇവിടെ ഗോപുരങ്ങൾ പണിയുകയും കിണറുകൾ കുഴിപ്പിക്കുകയും ചെയ്തു. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം 10-ാം വാക്യം. തെക്കേ ദേശത്തിലെ പ്രധാന പട്ടണങ്ങളാണ് ബേർശേബ, അരോവേർ, പൂനോൻ,
എസ്യോൻ ഗേബർ എന്നിവ. യോശുവയുടെ കാലത്ത് നെഗേവിൽ 29 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. യോശുവ 15-ാം അധ്യായം 21 മുതൽ 32 വരെ. യുദ്ധതന്ത്രപരമായും സാമ്പത്തികമായും നെഗേവിന് പ്രാധാന്യമുണ്ടായിരുന്നു. ശൂരന് പോകുന്ന പെരുവഴി നെഗേവിലൂടെയാണ് കടന്നുപോയിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം, 20-ാം അധ്യായം 1-ാം വാക്യം, 25-ാം അധ്യായം 18-ാമത്തെ വാക്യം.